ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഏറെ തുള്ളിക്കൊണ്ട് പോന്ന് നമ്മൾ ലോങ്ങത്തി പോയിരുന്നു. ഏറെ അറിയണ്ടേ? അതല്ല അതൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ്? അപ്പോൾ നമ്മൾ ഏറെ പോന്നറിയാ ഊട്ടിക്കാണ്. ഇതാണ് നമ്മുടെ ബസ്. വായിക്കാന്ന് നിങ്ങൾക്ക് മാധവി. ആദ്യം നമ്മ മുട്ടായും ചായ പൊടിയാക്കുന്നതും സ്ഥലത്ത് പോയി. ഊട്ടി നല്ല സ്ഥലം തന്നെ കാണാൻ. ചെറിയ പെട്ടി പോലത്തെ കുറേ വീട്, നല്ല ഭംഗില കാണാൻ. എന്തോ കളിപ്പാത്ത അടുക്ക് വെച്ച പോലെയുണ്ട്. ഒരു ചിത്രം വെച്ച പോലെ ഇല്ലേ? നമ്മ അങ്ങനെ ചായപ്പൊടി ആക്കുന്ന സ്ഥലത്തെത്തി. ഇത് മേലെ താഴത്ത് നോക്കുമ്പോൾ പേടിയാവും. മാമ ഡാൻസെല്ലാം കളിച്ചുകൊണ്ട് ഇരുന്നുണ്ട്. ഞാൻ എങ്ങനെ ഊട്ടിയെല്ലാം കണ്ടിച്ച് നിൽക്കുന്നു. ഇതെല്ലാം നമ്മളെ ബസ്സിൽ ഉണ്ടായ അവരാണ് കേട്ടോ. മാമന് കൈ പിടിച്ചിട്ട് വേത്തയിൽ കയറിയില്ല. എല്ലാവരും കാണിച്ച് ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഓടി. ഇവരെന്തോലോ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായിച്ച. എന്നാലും വെറുതെ എല്ലാം മനസ്സിലായ പോലെ വന്നു. കുറേ എന്തെല്ലോ മിഷനെല്ലാം ഉണ്ടായിനി. ഇതെല്ലാം ചായ പൊടിയാക്കുന്നമ്മ. എൻ്റെ മുമ്പിൽ അച്ഛൻ്റപ്പാ ഓടി സ്റ്റെപ്പെല്ലാം കയറി. മേലെ എത്തുമ്പോൾക്ക് അത് കൊതുങ്ങാൻ മാറും. നിങ്ങൾ കണ്ടില്ല ഗൈസ്? ഇനിയും കുറേയൊക്കെ കഴിഞ്ഞപ്പാ ഇതാണ് ശരിക്കും ചായ പൊടിയാക്കുന്നത്. ചായ പൊടിയാക്കുന്ന ഇലയെല്ലാം ഉണ്ടായില്ല. നല്ല മൈലാഞ്ചിൻ്റെ മണാത, നല്ല സുന്ദരി കാണാൻ. അതൊരുത്തൻ ചായ പൊടിയാക്കുന്നതെല്ലാം പറഞ്ഞു നോക്കുന്നത്. എനിക്ക് ഒന്നിനും മനസ്സിലായില്ലെങ്കിലും ഞാനും കേട്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ടായി. നല്ല സ്ഥലം. ആയുണ്ടായി കുറേ കൊലുങ്ങന്മാർ. ഞാൻ വിളിച്ചോക്കെ അവർ മൈൻഡാക്കിച്ച. ഇതോ ഫ്രീ ആയിട്ട് ചായ കൊടുക്കുന്നുണ്ടോ? എല്ലാം ചായ വെച്ച് കുടിക്കലായി. ഞാൻ കുടിച്ചിട്ട. നമ്മ ചായ ഒന്നും കുടിക്കലില്ലപ്പാ, ബൂസ്റ്റ് മാത്രമേ കുടിക്കലുള്ളൂ. പിന്നെ നമ്മ ചായപ്പൊടി മേടിക്കാൻ പോയി. ചായപ്പൊടി നല്ല കനുണ്ടായി. ഞാൻ തലയിൽ വെച്ചിട്ടാണ് പോയിനി. ഇനി നമ്മൾ പോകുന്നതാണ് സ്ഥലം. എവിടെയാണെന്നറിയണ്ടേ? മുട്ടായെല്ലാം വെക്കുന്ന സ്ഥലം. ചോക്ലേറ്റ് കണ്ടിച്ച് വായിന്ന് വെള്ളം വീണ്. അത് നോക്കിയാലും ചോക്ലേറ്റ്, ഇത് നോക്കിയാലും ചോക്ലേറ്റ്. എന്നാ പറയുന്നത് ഫുള്ള് ചോക്ലേറ്റ് തന്നെ. ഏതാണ് മേടിക്കുന്നതെന്ന് കൺഫ്യൂഷനായിപ്പോയി. എല്ലാവരും ഒന്ന് മേടിക്കുന്നത് നോക്കി. എന്തോ സാധനം പെണ്ണ് തന്നെ ഒന്നുപോലും രസം നോക്കാൻ തന്നിച്ച. അപ്പുറത്തുനിന്ന് മേടിക്കണോ ഇപ്പുറത്തുനിന്ന് മേടിക്കണോ നോക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നു. ലാസ്റ്റൊക്കെ വേണത് കുത്തി. ഇതന്നെ മതി വലിയ വെച്ചനോട്. അടുത്തത് നമ്മ പേത്തയില് പറയാൻ കിട്ടാത്ത പേരാണ്. മേലോത്തേക്ക് കുറേ നടക്കാനുണ്ടായി. പൊരിയിലെ വെയിലും എനിക്ക് ക്ഷീണം പിടിച്ചു. ഇന്ന് താഴത്തേക്ക് നോക്കാൻ നല്ല രസമാണ്. നല്ല നീലാകാശവും പഞ്ഞിക്കത്ത് പോലത്തെ ബാഗും സൂപ്പർ തന്നെ. ഇന്ന് കയറുന്ന സ്റ്റെപ്പ് കണ്ടാൽ എന്ത് രസമല്ലേ? ഇന്ന് ഞാൻ ഒരു സാധനം മേടിച്ചു. നല്ല രസമില്ല കാണാൻ. ഇതൊന്നും പുകയില്ലാത്ത, ഇത് മഞ്ഞാണ്. നല്ല മഞ്ഞ. ഇത് മഞ്ഞത്ത് ഞാൻ ഒരു ഡാൻസും കളിച്ചു. അതെല്ലാം ഉണ്ടായി. അതെല്ലാം നിന്ന് നോക്കിച്ചിരിക്കുന്നു. പെട്ടെന്ന് അതിന് മഴയും പെയ്തിനി. നല്ല തണുപ്പഞ്ഞേ. ഈ ഫോട്ടോയിലുള്ള പോലത്തെ ഒന്നല്ലാത്താ, ഇതിനെക്കാളും മഞ്ഞുണ്ട്.
ഫോട്ടോയിൽ അങ്ങനെ കിട്ടുന്നില്ല. നയിച്ചും പുക പോലെ ഇതെന്നാപ്പ പല്ലിയംച്ചാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് ഊട്ടിയിലെ കർണാടക ഗാർഡൻ. ജോലി സ്ഥലം തന്നെ. ഒച്ചക്കന്നെ നന്നു ഡാൻസ് കളിച്ചു. ഒച്ചക്ക് ഞാനിപ്പോൾ വീട്ടും. ഈ വള്ളത്തിലെല്ലാം വലിയ വലിയ മീനുണ്ട്. നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. അടുത്തത് നമ്മ ബോട്ടിലാവും. നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാനത് ബോട്ട് കളിക്കുന്നത്. ഇനി ലൈസൻസ് ഒന്നും വേണ്ടേമ്മ. നിങ്ങളോട് വേണമെങ്കിൽ ഞാൻ സത്യം പറയാം. ഇന്ന് ദൈവം ബാക്കിലാണ് ഓടിക്കുന്നത്. ഞാനോ അങ്ങ മുമ്പിൽ കാണുന്ന ബോട്ടിൽ നല്ല ഡാൻസ് കളിക്കുന്നത് രണ്ടാവും. അത് നമ്മളൊപ്പം ഇല്ല. അവരെ ബോട്ടിൽ ഒറിജിനൽ ദൈവം എന്തെല്ലോ ഡാൻസ് എല്ലാം കളിക്കുന്നത്. ഇവർക്കെല്ലാം പാടായില്ലപ്പ. നമ്മ ഇപ്പം അവരെ തോപ്പിക്കും. ഞാനല്ല ദൈവം, പിന്നെ തോപ്പിക്കാൻ നിൽക്കുക. അവർ നമ്മൾ കൂക്കുന്നെല്ലാം ഉണ്ട്. നമ്മ അവരെ തോപ്പിച്ചു. ഞാൻ നല്ല സ്പീഡിൽ ഓടിച്ചു ബോട്ട്. ഇന്നിച്ച് മാത്രമല്ല നിന്നിച്ച് ഓടിച്ചിനി. അവർ പിന്നെയും നമ്മളെ മുമ്പിലെത്തി. എന്നാ അവരെ തോപ്പിച്ചെന്നെ കാര്യം. എല്ലാവരും എന്നോ സ്പീഡിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ കുറേ ഫാൻസ് ഉണ്ടായി. അവരോടെല്ലാം ആയി കഴിഞ്ഞു. പിന്നെ നമ്മളെ ലക്ഷ്യം ആ ബോട്ടിന് തോപ്പിക്കലാണല്ലോ. ഇതാണ് കേഫർ. എൻ്റെ ജോലി ഡാൻസ് എല്ലാം ഉണ്ട്. ആരോടും പറയണ്ട. ഞാൻ നല്ലോണം ഡാൻസ് ചെയ്യും. അവരെല്ലാം പോയി നോക്കി. അവരാരും എല്ലാം മൈൻഡാക്കി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒച്ചക്ക് കളിച്ചാൽ സ്റ്റെപ്പൊന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പം ഞാൻ പുതിയ സ്റ്റെപ്പ് കിടിലല്ലേ. എന്ത് ഡാൻസ്! പുതിയ സ്റ്റെപ്പെല്ലാം ഇട്ടു. അടിപൊളി. നമ്മൾ ഒന്നാമത്തെ ദിവസം കഴിയലായി. ജോലാക്കി നമ്മ ക്ഷീണം പിടിച്ചു. അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്. നാളെ കാണാം.